കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 20:35 വായിച്ചു. മേടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം കൊടുക്കുന്നത്. ഇറ്റ് ഈസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. എന്താണ് നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടത്? എന്താ കർത്താവിന് ആഗ്രഹം, അല്ലെങ്കിൽ കർത്താവ് എന്താ നമ്മൾ ആവശ്യപ്പെടുന്ന അറിയുന്നെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം എങ്ങനെയാണ് കേൾക്കുന്നത്? ചിലപ്പോൾ കർത്താവ് നമ്മൾ ഓഡിയബിളായിട്ട് സംസാരിക്കുക, അത് പക്ഷേ നമുക്കൊരു സ്പിരിച്വൽ മച്യൂരിറ്റിയിലൂടെ വരുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും തെറ്റിപ്പോവും. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ബെന്നിഹിൻ പാസ്റ്ററിൻ്റെ, ലോ പ്രശസ്തനായ ബെന്നിഹിൻ പാസ്റ്ററിൻ്റെ ഒരു കൺഫെഷൻ വീഡിയോ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പല പ്രവചനങ്ങളും എല്ലാം ഒന്നും ദൈവശബ്ദമല്ല ഞാൻ കേട്ടത്, പലതും ഞാൻ എൻ്റേതായ കുറച്ച് കൂടെ ഇട്ടു, അല്ലെങ്കിൽ ആഡ് ചെയ്തു. എൻ്റെ ബുദ്ധിയിൽ നിന്നും എൻ്റെ എൻ്റെ സോളിൽ നിന്ന് കേട്ട ശബ്ദവും ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായി. അപ്പം നമ്മൾ ഈ ഡയറക്റ്റ് ദൈവശബ്ദം കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കാം, പിശാചിൻ്റെ ശബ്ദം കേൾക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാം. ഇത് തിരിച്ചറിയാൻ പറ്റണം. പല ആൾക്കാർക്കും പറ്റുന്നത് ഒന്ന് സ്വന്തം ജഡത്തിൻ്റെ ഇഷ്ടവും അല്ലെങ്കിൽ പിശാചിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവശബ്ദമാണെന്ന് കേട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. പല പ്രവചനങ്ങളും അങ്ങനെ തെറ്റുന്നത്. എനിവേ, അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മാർഗമാണ് ദൈവവചനം, ബൈബിൾ. അപ്പോൾ ബൈബിളിൽ കൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. ചുമ്മാ വായിച്ചാൽ മതി. ചില ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേറ്റ് എന്നും വെളുപ്പിൻ്റെ എഴുന്നേക്കും, 1 മണിക്കൂർ ബൈബിൾ വായിക്കും, എഴുന്നേറ്റ് പോകും. അടുത്ത ദിവസം എഴുന്നേക്കും, 1 മണിക്കൂർ ബൈബിൾ വായിക്കും, എഴുന്നേറ്റ് പോകും. ജീവിതത്തിലൊരു മാറ്റവും വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ ഒത്തിരി ആൾക്കാരെ കണ്ടു. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നും. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറയാം, പക്ഷേ ജീവിതത്തിൽ ആദ്യത്തെ ആ മാനസാന്തരം കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ മാനസാന്തരം, പിന്നീട് ഒരു മാറ്റവും ഇല്ല, ഒരു ഗ്രോത്തും ഇല്ല. കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കർത്താവ് സംസാരിക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ പിടി കിട്ടുന്നില്ല. അതിൻ്റെ കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നില്ല, മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവചനത്തിൽ കൂടെ കർത്താവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താ എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ മനസ്സ് വേറെ എന്തെങ്കിലും കാര്യത്തിരിക്കും, അല്ലെങ്കിൽ ഫോണെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞു, നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ മനസ്സിലാവും അവർ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അന്നേരം നമുക്ക് മനസ്സിലാവും പകുതിയെ മനസ്സിലായിട്ടുള്ളൂ. കാരണം 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അറിയില്ല. അന്നേരം വരുന്ന മറുപടി നമുക്ക് പിടിയിട്ടു, അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? അപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കർത്താവ് പറഞ്ഞ കാര്യമാണ്. ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. രാജ്യവും നീതി അന്വേഷിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനം അറിയണം, അല്ല ഗൂഗിളിൽ കിട്ടത്തില്ല. അപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ നിയമം വായിക്കുമ്പോൾ അതിൽ നമ്മളെക്കുറിച്ച് അല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടെന്ന് വ്യക്തമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് ഗ്രഹിച്ചില്ലെങ്കിലോ, അല്ല നമുക്ക് ആ മെസ്സേജ് നമുക്ക് പിടികിട്ടിയില്ലെങ്കിലോ. ഞാൻ കഴിഞ്ഞ ദിവസം വചനം വായിക്കുമ്പോൾ അതിൽ കൂടെ കർത്താവ് പറയുന്ന ആ ഒരു മെസ്സേജ് എൻ്റെ ജീവിതത്തോടെ തന്നെ അപ്ലൈ ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രസംഗിക്കുകയാണെങ്കിലോ എനിക്ക് നഷ്ടം സഹിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഈ പ്രസംഗിച്ചിട്ട് എനിക്കിത് ലഭിക്കാതെ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നത്. കാരണം എനിക്ക് മർമ്മങ്ങളെല്ലാം അറിയാം, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം. എൻ്റെ പ്രസംഗം കേട്ട് ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലായില്ലെങ്കിലോ, വെറും ഒരു ടീച്ചിങ്ങിനായിട്ട് അല്ലെങ്കിൽ നോട്ട്സ് മാത്രമായിട്ട് നിന്നാലോ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ബൈബിൾ വായിക്കുന്ന അനേക വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും എഴുന്നിട്ട് ബൈബിൾ വായിക്കും. ചില ആൾക്കാരുടെ ഒരേ ഭാഗം തന്നെ എല്ലാ ദിവസവും വായിക്കും. എന്നിട്ടും വല്ലതും പിടി കിട്ടിയത്. ഈ വായിക്കുന്നത് എന്താണ് കർത്താവ് സംസാരിച്ചത്, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതുമായിട്ടൊന്ന് നോക്കണം. ഒരു മിററിൽ നോക്കുന്ന പോലെ. ഇന്നത്തെ കാലത്താണെങ്കിൽ എക്സ്റേ പോലെ, ദൈവവചനം എന്ന് പറയുന്നൊരു എക്സ്റേ പോലെ നമ്മുടെ അകത്ത് എന്ത് രോഗമാണുള്ളത്, എവിടെയാണ് കറക്ഷൻ വരേണ്ടത്, ഏതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പുറത്ത് കാണത്തില്ല. പക്ഷെ എക്സ്റേ എടുക്കുമ്പോൾ കാണും, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണും. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്ന ഒരു സ്കാനിങ് മെഷീൻ പോലെയാണ്. നേരത്തെ യാക്കോബ് ലേഖനത്തിൽ പറയാം, അതൊരു മിറർ പോലെ, കണ്ണാടി പോലെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം. പക്ഷെ ഇന്ന് അതിനപ്പുറം അതൊരു എക്സ്റേയും ഒരു സ്കാനിങ്. കാരണം അകത്തോടുകൂടെ പോകണം, മറ്റേ മുഖം മാത്രമേ കാണുന്നുള്ളൂ.
അപ്പോൾ അകത്തെന്ത് മാറ്റം വരുത്താനുള്ളത്, എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത്, എവിടെയാണ് പരിഹരിക്കപ്പെടേണ്ടത്? കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഈ വചനം വായിച്ചപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എന്നെ ഒന്ന് കാണിച്ചു തരണം. ഈ വായിച്ച് പിടികിട്ടിയ വചനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനോട് അനുരൂപരാകുന്ന വചനം നമ്മളോട് പറയുക. അപ്പോൾ നമ്മൾ വായിച്ചു, നല്ല കാര്യം, ഞാൻ പ്രസംഗിക്കാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെയാണ്. ഈ വചനം ഞാൻ ധ്യാനിക്കുന്നില്ലെങ്കിലോ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്നില്ലല്ലോ. ക്രിസ്തുവിനെ ഞാൻ ആദ്യം കാണണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കാണണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, സ്വന്തം ഇഷ്ടം ചെയ്തിട്ടേ. ഇനി നമ്മൾ നമ്മളെ പരിശുദ്ധാത്മാവോട്, പരിശുദ്ധാത്മാവേ എൻ്റെ അവസ്ഥ ഇത് കാണിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അതോ സ്വന്തം ഇഷ്ടമാണ് ചെയ്യുന്നത്, അതോ ഭാര്യയുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അതോ പിള്ളേരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്, അതോ വേറെ വല്ല ഇഷ്ടമാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പിടികിട്ടും എന്താണ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് റിസൾട്ടായിട്ട് വീട്ടിൽ പോയി അലമാരി വെച്ച് പൂട്ടല്ലേ, അത് ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലേ, എൻ്റെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ പരിശുദ്ധാമ പരിശുദ്ധാമേ വാട്ട്സ് യുവർ റിപ്പോർട്ട് അബൌട്ട് മീ, ഞാൻ എവിടെ നിൽക്കുന്നു? അപ്പോൾ പരിശുദ്ധാമ കാണിച്ചു, മോനെ നിൻ്റെ ഇന്ന സ്വഭാവങ്ങൾ ഇനിയും മാറാനുണ്ട്, കുറേ മാറി, നല്ല കാര്യം, അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ, ചുമ്മാ കുറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഇരിക്കുന്നില്ല. മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും. ശരിയാണ്, നീ മാറി, ഇനിയും മാറാൻ കിടക്കും. അതൊരു വഴക്കുറച്ചല്ല, ഒരു ഉപദേശം. അപ്പോൾ പരിശുദ്ധാമോട് പറഞ്ഞു, പരിശുദ്ധാമാവേ എന്നെക്കൊണ്ട് പറ്റത്തുള്ള അറിയാവില്ല, എനിക്ക് അതിനുള്ള ശക്തിയില്ല, എന്നെ സഹായിക്കണം പ്ലീസ്. ഐ ആം റെഡി, ഞാൻ വില്ലിങ്, ഞാൻ അവൈലബിൾ. ഐ ഡിനൈ മൈ സെൽഫ്, എൻ്റെ ഇഷ്ടം വേണ്ട, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. കർത്താവിനെ